അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ആദം മിൻ തുറാബ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മണ്ണ് ഒരുമിച്ച് കൂട്ടി അത് കുഴച്ച് അതിൽ അല്പം വെള്ളം തെളിച്ച് അത് ഉണങ്ങി ഒരു പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലായതിനു ശേഷം അതിന് ഒരു രൂപം നൽകുകയും ശേഷം ആ രൂപത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് നൽകുകയും അതിലൂടെ ആദം എന്ന മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആദമിൻ്റെ അലൈഹിസ്സലാം വാരിയലിൽ നിന്നാണ് ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അള്ളാഹു സൃഷ്ടിച്ചത്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒരുക്കിയ സങ്കേതം സ്വർഗമായിരുന്നു. അവരെ അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ചാണ്. ആ സംഭവം അതെല്ലാം പല തവണ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മൾക്ക് ചില പാഠങ്ങളുണ്ട്, ചില ഗുണപാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് അതിലുള്ള ജീവൻ നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ, ആ ചരിത്രത്തിൻ്റെ ജീവൻ നമ്മിലേക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു ഗുണപാഠങ്ങൾ ഓരോന്നായി നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഒരു ഖലീഫയെ ഭൂമിയിലേക്ക് ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, എന്തിനാണ് ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്ന ആളുകളെ നീ സൃഷ്ടിക്കുന്നത് അല്ലാ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അള്ളാഹിൻ്റെ മറുപടി, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. ആ സമയത്ത് മലക്കുകൾ പറയുന്ന മറുപടി ഉണ്ട്, അള്ളാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര വലിയവനാണ് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അറിവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ചെറുതാവണം എന്നതാണ്. അറിയാത്തത് അറിയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനുള്ള ഒരു വിശാലത, ഹൃദയ വിശാലത നമ്മൾ നേടിയെടുക്കണം. അള്ളാഹ് പറഞ്ഞതോടുകൂടി മലക്കുകൾ മുഴുവനും അതിനെ അംഗീകരിക്കുകയാണ്. പ്രവാചകന്മാരഖിലവും നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃകയും ആ ഒരു മാതൃക തന്നെയാണ്. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം എന്നാണ്. അറിവുള്ള ആളുകളെ, അറിവ് പറഞ്ഞു നൽകുന്ന ആളുകളെ, അറിവുള്ള ആളുകളെ ബഹുമാനിക്കാൻ, അറിവിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. മലക്കുകളോട് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. എന്നാൽ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഇബ്ലീസ്, ശൈത്താൻ എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. നമുക്കതിലൊരു പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചാൽ അത് ധിക്കാരത്തോടു കൂടിയാണ് ആ പ്രവൃത്തിയെങ്കിൽ പിന്നീട് തിരിച്ചുവരവ് സാധ്യമാണ്. മനുഷ്യനെ മുഴുവനും, ലോകത്തുള്ള സകല സൃഷ്ടികളെ മുഴുവനും നാശത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ ദുഷിച്ച സ്വഭാവമാണ് അഹങ്കാരം, താൻ പോരിമ, ഞാനെന്ന ഭാവം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ലോകത്തുള്ള ആദ്യത്തെ കൊലപാതകം നടന്നതും അസൂയയുടെ പേരിലാണ്. അതും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾക്കിടയിലാണ് എന്നും വായിക്കപ്പെട്ട ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അസൂയയും കിബുറും അഹങ്കാരവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എത്രത്തോളം വിനയാന്യതരാവാൻ കഴിയുമോ
അതിനേക്കാൾ വിനയത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദുനിയാവിനോടുള്ള താല്പര്യം നമ്മളെ വഴികേടിലെത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവരെ സ്വർഗത്തിൽ പാർപ്പിച്ചു. നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം, എന്നാൽ ഒരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് അതിലുള്ള കനി നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇബ്ലീസ് എന്ത് ചെയ്തു? അവിടെ വന്നു, അവർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി. ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല, ദിവസേന പിന്നാലെ കൂടി വസ്വാസ് ഉണ്ടാക്കി സ്വർഗത്തിൻ്റെ സുഖലോലുപതയിൽ ഏറ്റവും സുന്ദരമായി ജീവിച്ചു പോന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീക്ക്നെസ്, ദൗർബല്യം ഈ സ്വർഗത്തിൽ തന്നെ തുടരണം എന്ന ആഗ്രഹമാണ് എന്ന് ഇബ്ലീസ് മനസ്സിലാക്കുകയും നീ ആ കനി ഭക്ഷിച്ചാൽ അള്ളാഹു നിന്നെ ഇവിടെ ശാശ്വതനാക്കും, അതുകൊണ്ടാണ് നീ ശാശ്വതമാവുന്നത് കൊണ്ടാണ് അള്ളാഹ് നിന്നോടത് കഴിക്കരുത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹം മൂത്ത് ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമയും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ആ കനി ഭക്ഷിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അള്ളാഹ് വിലക്കിയതിനെ അവരെന്ത് ചെയ്തു? ആ വിലക്കിനെ അവർ വകവെച്ചില്ല. അതുമൂലം അവർക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും സുന്ദരമായ ഹുലൂദുള്ള ശാശ്വതത്വമുള്ള സ്വർഗമാണ് അവർക്ക് നഷ്ടമായത്. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ ഓരോ കൽപ്പനയെയും ആ രീതിയിൽ എടുക്കാൻ നമ്മൾക്ക് കഴിയണം. പ്രവാചകന്റെ അധ്യാപനങ്ങളെ, അള്ളാഹ് വെച്ച ബൗണ്ടറിയെ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ, അതിൽ ന്യായങ്ങൾ കണ്ടെത്തി അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹ് ഹറാമാക്കിയ ഒന്നിനെ റസൂല് ഹറാമാണ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒന്നിനെ നമ്മൾ ചെയ്താൽ, അതിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ആ ശാശ്വതമായ സ്വർഗം നമ്മൾക്ക് നഷ്ടപ്പെടുമെന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാണിച്ചു നൽകി. അതുകൊണ്ട് റബ്ബ് പറഞ്ഞ അതിർത്തിയിൽ, പ്രവാചകൻ പഠിപ്പിച്ച അതിർവരമ്പിൽ നിൽക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അതിലൊരു ചാഞ്ചല്യം നമ്മുടെ മനസ്സിന് വന്നുകൂടാ. പിശാച് ഏത് രൂപത്തിലാണ് കളിക്കുക നമ്മുടെ ജീവിതത്തിലെന്ന് ആ സംഭവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ്, എന്താണ് മനുഷ്യൻ്റെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൗർബല്യം, അത് മനസ്സിലാക്കി എന്താണ് ഈ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കണം. അപ്പോൾ ആ ദൗർബല്യത്തെ വിനിയോഗിച്ചിട്ടാണ് ഒരു തെറ്റിലേക്ക് ആര് എത്തിച്ചത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇബ്ലീസ് എത്തിച്ചത്. പിന്നെ ആ സംഭവത്തിൽ നിന്ന് നമ്മൾക്കുള്ള മറ്റൊരു പാഠം, ഒരു തെറ്റ് ജീവിതത്തിൽ വന്നാൽ ബാദിറൂ ബിത്തൗബ, ഉടനെ തന്നെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് നമ്മൾ മടങ്ങണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബേ ഞങ്ങളിതാ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നിന്നോട് ഞങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഇഖ്ലാസുള്ള തൗബയായതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു? സ്വീകരിച്ചു. അള്ളാഹിൻ്റെ വിശാലതയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ന്യൂനതകളെ പരിപൂർണമാക്കാൻ തൗബക്ക് സാധിക്കും. നമ്മൾ പരാജയപ്പെടുന്നിടത്ത് നമ്മളെ വിജയിപ്പിക്കാൻ തൗബക്ക് സാധിക്കും. നമ്മൾ വീഴുന്നിടത്തുനിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ തൗബക്ക് സാധിക്കും. അതുകൊണ്ട് തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ മടങ്ങുക. പിശാച് മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഇടപെടുമെന്നതിൻ്റെ ഏറ്റവും കോറായ കാരണമാണ് ആ ഒരൊറ്റ സംഭവത്തിലൂടെ, ആദ്യ സൃഷ്ടിയായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. അതേപോലെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, നമ്മളൊക്കെ ചരിത്രത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് കുരങ്ങിൽ നിന്നാണ്, അതല്ല വേറെ ചില സൃഷ്ടിപ്പിലൂടെ അവരിങ്ങനെ മാറി മാറി വന്നതാണ്. അള്ളാഹിൻ്റെ ഖുർആൻ, പരിശുദ്ധമായ കലാം പഠിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചതാരെയാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മനുഷ്യൻ മുഴുവനും ഉണ്ടായത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ്. ആ വിശ്വാസത്തിൽ നമ്മൾക്ക് വീഴ്ച സംഭവിച്ചാൽ, തമാശക്കെങ്കിലും നമ്മൾ ആ വിശ്വാസത്തെ ഒന്ന് മാറ്റിവെച്ചാൽ, അള്ളാഹിൻ്റെ കലാമിനെയാണ് നമ്മൾ കളവാക്കുന്നത്. അള്ളാഹിൻ്റെ കലാമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളവാക്കുന്നത്. അവരെന്തു പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ വിശ്വാസം എന്താണ്? ലോകത്തെ ആദ്യത്തെ സൃഷ്ടി, മനുഷ്യ സൃഷ്ടി ആരാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഈ രൂപത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ വായിക്കുക, നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓരോ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക്
ചർച്ച ചെയ്യാം. ഇന്ന് ആദ്യത്തെ നോമ്പ് അൽഹംദുലില്ലാ നമ്മൾ തുറന്നു. ഈ ഒരു നോമ്പ് കഴിയുന്നതോടുകൂടി നമ്മളൊരു നീയത്ത് വെക്കുക. ഈ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു സുന്നത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജീവിതത്തിൽ ശീലമാക്കും. എന്തെങ്കിലും ഒരു സുന്നത്ത്, അല്ലെങ്കിൽ ളുഹാ നിസ്കാരം ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളിൽ ഞാൻ വീഴ്ച വരുത്താറുണ്ട്, ഏതോ ഒരു നിസ്കാരത്തിലെ സുന്നത്ത് ഞാൻ കുറേ കാലമായിട്ട് നിസ്കരിക്കലില്ല, അതല്ലെങ്കിൽ വുളു എടുക്കുമ്പോൾ ഞാൻ വെള്ളം അമിതമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വുളു എടുക്കുന്നതിന് മുമ്പ് ഞാൻ പല്ലു തേച്ച് തുടങ്ങും. അങ്ങനെ എന്തെങ്കിലും ഒരു സുന്നത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹബ്ബുൽ അഅമാലി ഇലല്ലാ അദ്വമുഹ വ ഇൻ ഖല്ല, വളരെ കുറഞ്ഞതാണെങ്കിലും അത് നൈരന്തര്യം പുലർത്തി ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ഈ നോമ്പ് കഴിയുന്നതോടുകൂടി എന്തെങ്കിലും ഒരു സുന്നത്ത് ഞാൻ ചെയ്യാത്തത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായി ചെയ്യും, അതൊരു നിരന്തരമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് കൊണ്ടു നടക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിയത്ത് നമ്മുടെ ജീവിതത്തിൽ വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹായ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ ചെയ്യുവാനും അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് പഠിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.